ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ള ഒരു നല്ല ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ള അവിലാണ്. അപ്പോൾ ഡബിൾ ബോട്ട്സിൻ്റെ അവിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്ക് 1 കപ്പ് അവൽ അളന്നെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് ഒരല്പം വെള്ളം ഒന്ന് ചേർത്ത് മിക്സാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അവിൽ നല്ലപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ വലിയ കട്ടിയില്ലാത്ത അവിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ചേരുവകളൊക്കെ എടുക്കാം. അപ്പോൾ ഇതാ ഒരു സവാള പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത് നമുക്ക് ചേർക്കാം. അതിനോട് കൂടെ തന്നെ 2 പൊട്ടറ്റോ പുഴുങ്ങി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചേർക്കാം. അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, 1 തണ്ട് കറി ലീഫ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂണ് ചിക്കൻ മസാല. ഇനി രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ സവാളയും മുളകും നമ്മുടെ പൊട്ടറ്റോ എല്ലാം നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അവിടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഒരല്പം എണ്ണ, ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ന് നമുക്കിനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തയ്യാറാക്കുന്നതാണ്. ഞാനിപ്പോൾ ഇത് റൗണ്ടായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നല്ലപോലെ ഒന്ന് പരത്തി സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്യാം. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും കൂടെ തരാൻ മറന്നു പോരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഒക്കെ ഒരുപാട് വ്യൂ കുറവാണ്. അപ്പോൾ നല്ലപോലെ എല്ലാവരും ഒന്ന് എന്നെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്തോളൂ. ഒരു നുള്ളു ഉപ്പ് മതിയാവും, ഒരുപാട് ഉപ്പ് ആവരുത്. ഇനി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ബ്രെഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഓരോ റെസിപ്പി ചെയ്യുമ്പോൾ സൈഡ് ഭാഗമെല്ലാം നമ്മൾ മാറ്റി വയ്ക്കാറുണ്ടല്ലോ, അത് പൊടിച്ച് ഒന്ന് വറുത്ത് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വറുത്തെടുത്താൽ കേട്ടോ. അപ്പോൾ അത് നമുക്കിതാ മുട്ട ഈ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തൊന്ന് കോട്ടായി കിട്ടുന്ന പോലെ മുക്കിയെടുത്ത് നല്ലപോലെ കൈകൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കുമ്പോൾ ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ അത് എണ്ണയിൽ നമ്മളിങ്ങനെ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ അതിൽ നല്ലപോലെ പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഒരു വശം നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
രണ്ട് വശം ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാവുന്നതാണ്. അതാ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആദ്യ സ്റ്റെപ്പ് ഇട്ടതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് ബാക്കിയുള്ളതും കൂടെ ഞാനെല്ലാം ഒന്ന് വറുത്ത് കോരുക. അങ്ങനെ ഇപ്പോൾ എല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല രുചിയുമാണ്. പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്യാം കേട്ടോ.